നമസ്കാരം. നമസ്കാരം. സഖാവ് എന്ന് വിളിക്കുകയാണ്. സഖാവ് പി എസ്. പറയൂ സാർ. പുതിയ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പേര് പല കാലത്തും കേൾക്കാറുണ്ട്. ഏറ്റവും പ്രചണ്ഡമായി കേട്ടതൊന്ന് അവസാനം കേട്ടത് എം വി രാഘവൻ്റെ CMP ആയിരുന്നു. പിന്നെ TP ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് RMP വന്നു. ഇപ്പോൾ വീണ്ടും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രസ്ഥാനം പാലക്കാട്ട് പഴയകാല പുതുമയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങൾ പാർട്ടിയെ തകർക്കാൻ സഹായിക്കുമോ, പാർട്ടിയെ തിരുത്തുമോ, അതോ ഇവർ സ്വയം തകരുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പാർട്ടിയെ തകർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പാർട്ടി അത് തകർക്കുന്നതല്ല. എന്നാൽ ഇത്തരത്തിലുള്ള പാർട്ടികൾ അതിനെ തിരുത്തുമോ? അതും ഇല്ല. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ശരിക്കും? അവർ സ്വയം തകരുമോ? അവർ സ്വയം തകരും എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ കൃത്യമായിട്ട് സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരങ്ങളായി. ഒന്ന്, അത് CPM തകർക്കുന്നില്ല. രണ്ട്, അത് CPM തിരുത്തുന്നില്ല. മൂന്ന്, ഇങ്ങനെ പോകുന്ന ആളുകൾ കുറേ കഴിയുമ്പോൾ ഇല്ലാതാകും. ഇത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തൊരു പാഠമാണ്. ശരിക്കും അനുഭവിച്ചറിഞ്ഞ പാഠമാണ്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഘങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് CPM പോരായ്മകൾ, അതിൻ്റെ ലിമിറ്റേഷൻസ്, ജനങ്ങളെ കേൾക്കുക എന്ന് പറയുന്ന ഒരു ശബ്ദം, ജനങ്ങളെ കേൾക്കുന്ന ഒരു രീതി, അതിന് നഷ്ടപ്പെടുന്നിടത്താണ് അത് ഇത്തരത്തിലുള്ള വിമത കലാപങ്ങളുണ്ടാകും. കേരളത്തിൽ അങ്ങനെ ഒരുപാട് മേഖലയിൽ അതുണ്ടായി. ഇപ്പോൾ MBRൻ്റെയും അതേപോലെ തന്നെ KR ഗൗരിയമ്മയുടെയും ഒക്കെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് വിപുലവും വലുതുമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിനെ തിരുത്താൻ കഴിഞ്ഞുവെന്ന് വെച്ചാൽ തിരുത്താനും കഴിഞ്ഞില്ല, അല്ലേ? അതുപോലെ തന്നെ അവർക്ക് വലുതാവാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ അവരും വലുതായില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഏത് പ്രസ്ഥാനത്തിനെതിരെയാണോ കലാപങ്ങൾ ഉണ്ടാക്കി നിലനിന്നിരുന്നത് അതേ പ്രസ്ഥാനത്തിൽ ചെന്ന് ചേർന്നിട്ടാണ്. കോൺഗ്രസിൽ ചെന്ന് ചേർന്നില്ലായിരുന്നെങ്കിൽ CMPക്ക് നിലനിൽപ്പില്ല. അതുപോലെ തന്നെയാണ് JSSും അങ്ങനെയല്ലേ. പിന്നീട് ഇപ്പോൾ വന്ന RMPയുടെ സ്ഥിതി, എല്ലാവരുടെയും സ്ഥിതി അത് തന്നെ. അവർ എന്തിനു വേണ്ടിയാണോ നിലനിന്നത് അതിനെതിരായി നിലകൊണ്ട പ്രസ്ഥാനത്തിനകത്ത് മാത്രമാണ് അവർക്ക് സർവൈവൽ എന്ന് പറയുന്നത് സാധ്യമായി തീർന്നു. ഞാനൊന്ന് ഇടപെടട്ടെ അല്ലേ? ആരും ഒന്നിനും വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ള തിരിച്ചറിവ്, ഇവർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അവരാകാനും പോകുന്നില്ല, ഇനിയും ആകാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവരെ ഇങ്ങനത്തെ അവസരവാദപരമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അല്ല, എന്താ പ്രശ്നം എന്ന് വെച്ചത്, പൊട്ടിത്തെറികളുണ്ടായി പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം പരിശോധിച്ചാൽ പോലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞികൃഷ്ണൻ ഒരു അഴിമതിക്കെതിരെ പോരാടുകയാണ്. ഇപ്പോഴും സഖാവെന്ന് ഉറപ്പിച്ച് പറയുക. അതെ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ, അല്ലെങ്കിൽ അതാണ് ശരി. അവിടെയൊക്കെയാണ് CPM പെശക് പറ്റിയിട്ടുള്ളത്. കാരണം അവിടെ എന്ത് ചെയ്യണമായിരുന്നു? കുഞ്ഞികൃഷ്ണനെ കേൾക്കണമായിരുന്നു. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു. അതിൽ വരുന്ന കുഴപ്പങ്ങൾ വരുത്തിയിരിക്കുന്ന ആ കുഴപ്പങ്ങൾ പരിഹരിച്ച് അദ്ദേഹത്തെ കേട്ടു എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം അതിനോട് കലാപം ചെയ്യാനായിട്ട് പോകുമായിരുന്നില്ല എന്ന് തന്നെയാണ് കണക്കാക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഇപ്പോൾ ഇന്നലെ അല്ലേ വന്ന വാർത്ത, അനിൽകുമാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ റീത്ത് വെക്കുക എന്ന് പറയുന്നത്. എന്തൊരു തോന്നിയാസമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പക്ഷേ പാർട്ടിയാണോ ചെയ്യണം? പാർട്ടിയല്ല ചെയ്യുന്നത്. പാർട്ടിക്കകത്ത് പാർട്ടി കുറേ കാലമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ചില മനസ്സുകളുണ്ട്. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള മനസ്സുകൾ അതെ, എല്ലാ സ്ഥലത്തും അങ്ങനെ സംഭവിക്കുന്നു. അതിനെ ന്യായീകരിക്കാതിരിക്കുക എന്നതേ പാർട്ടിക്ക് ചെയ്യാൻ തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുക. എന്തായാലും വിജയൻ മാഷിൻ്റെ മകൻ്റെ വീട്ടിൽ റീത്ത് കൊണ്ടുവച്ച് ശരിയാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി അത് ശരിയാണെന്ന് പറഞ്ഞില്ല. റീത്ത് വെച്ച് ശരിയാണെന്ന്, അതൊരു ഇൻസ്റ്റലേഷനാണ് എന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് മഹാഭാഗ്യം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. പാർട്ടി ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല, ഒരാൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അയാളെ ഇല്ലാതാക്കിയാൽ
അയാൾ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇല്ലാതാകുമോ? ഇല്ലാതാകുന്നില്ലല്ലോ. അത് വിജയൻ മാഷ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ചോദ്യമില്ലാതാവുക എന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് CPM തിരിച്ചറിയുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ CPMനൊപ്പം നടക്കേണ്ട ആളുകളാണ്. CPMനെതിരെ വിമർശനം നടത്തുന്ന ഈ വലിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റക്കുള്ള ഒരാൾ എന്ന് പറയുന്നത്, അവരൊക്കെ CPMനൊപ്പം നടക്കേണ്ടവരാണ്. ആ CPMനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ശബ്ദത്തിന് അല്ലെങ്കിൽ ചോദ്യത്തിന് ഈ പ്രസ്ഥാനത്തിനകത്ത് ഇടം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അതിന് ജനാധിപത്യ സംവിധാനത്തിൻ്റെ സ്വഭാവം പുലർത്താനായിട്ട് കഴിയുള്ളൂ. നമ്മളിത് പുതുതായിട്ട് കേൾക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഇതുമാതിരി വെട്ടിമാറ്റപ്പെട്ട ഒരു പേരായിരുന്നു റോസ ലക്സംബർഗ്. അപ്പോൾ റോസ ലക്സംബർഗ് ഇതുവരെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവകാശം അവർക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വിയോജിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ് അവർ പറഞ്ഞത്. അതെന്നും എക്കാലത്തും നിലനിൽക്കുന്ന ഒരു സത്യമാണത്. അവരെവിടെ എത്തി? അല്ലേ? അവരെവിടെ എത്തി? പറഞ്ഞ റോസ ലക്സംബർഗ് എവിടെ എത്തി? അല്ലേ, അവർ നമുക്കറിയാം ഓടയിൽ വെട്ടുകൊണ്ട് മരിച്ചു വീണു എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല സംഭവിക്കേണ്ട ചരിത്രത്തിൽ. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് അത് വളർന്നു നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ കാര്യമെടുത്ത് അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ശരിയല്ല എന്ന് തിരിച്ചറിയും പാർട്ടി. അതല്ലേ പ്രശ്നം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് പാർട്ടിക്ക് ജനാധിപത്യ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് കഴിയും. ജൈവമാവുള്ളൂ. ജൈവ സ്വഭാവം അതിന് പുലർത്താൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. എന്നാൽ ഈ പുറത്തു പോകുന്ന ആളുകൾ, അവരുടെ പ്രശ്നമുള്ള അടുത്ത ചോദ്യം, അവർ വളരുമോ വാഴുമോ എന്നുള്ളത്. അവർ വളരില്ല, വാഴില്ല. കാരണം എന്താണ്? അവർക്ക് പ്രത്യയ ശാസ്ത്രമോ രാഷ്ട്രീയമോ ഒന്നും മുന്നോട്ട് വെച്ച് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അവർ തെറ്റിപ്പിരിഞ്ഞ് ആ കൂട്ടങ്ങൾ ഉണ്ടാകും. അവരിങ്ങനെ നിൽക്കും. അവർ നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞവരെ CMB പോലെയോ RMB പോലെ ആരെങ്കിലും പോലെയായിട്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇതൊരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ്. മറ്റൊരു സാധ്യത നമുക്ക് പരിശോധിക്കുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഇവർ നിലനിൽക്കില്ല എന്ന് നമുക്ക് ഇതുവരെയുള്ള അനുഭവം വെച്ച് കൃത്യമായിട്ട് പറയാം. ഒരു സംശയം കൂടെ പറയാം. പക്ഷെ നാളെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ക്രിറ്റിക്കലായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ശേഷമുള്ള ഏറ്റവും നിർണായക സന്ധ്യയാണ് വരാൻ പോകുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം CPM ബംഗാളിലെ പോലെയോ ത്രിപുരയിലെ പോലെയോ തിരിച്ചടി നേരിട്ടാൽ ഈ ശക്തികൾ, നമ്മൾ മുമ്പേ പറഞ്ഞ ശക്തികൾ കരുത്താർജിക്കുക. അതിന് പ്രസക്തിയില്ല. കാരണം അവർ തിരിച്ചതിനകത്തൊന്നും ചെല്ലാൻ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു ഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. CPM തോറ്റുപോയി കഴിഞ്ഞാൽ CPM തോറ്റു പോകുന്നു. കുറേ കഴിയുന്ന സമയത്ത് CPMഉം എന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാത്തൊരു പാർട്ടിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, CPM വേണം എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കോൺഗ്രസ്സൊക്കെ തോറ്റു പോകുന്നില്ലല്ലോ. കോൺഗ്രസ് എപ്പോഴും ഈ രാജ്യത്ത് അവരുടെയൊക്കെ നടക്കുന്നുണ്ടല്ലേ, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ. അതുപോലെ CPMനും അങ്ങനെ നടക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ചിലപ്പോൾ നാളെ വലുതാവുകയും ചെയ്യാം. അത് വലുതാവുകയും ചെറുതാവുകയൊക്കെ ചെയ്യാം. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ബംഗാളിൽ ഇനി CPM തിരിച്ചു വരില്ല എന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. ത്രിപുരയിലും തിരിച്ചു വരില്ല എന്ന് കരുതേണ്ട കാര്യമില്ല. അവർക്കൊക്കെ തിരിച്ചു വരാൻ ഉള്ള സ്പേസ് ഉണ്ടാവും. കാരണം എന്താണ്? ഒരു പാർട്ടി അധികാരത്തിൽ കയറി ആ പാർട്ടി ജീർണിച്ച് കഴിയുമ്പോൾ അതിനെ പൊളിച്ചടുക്കി പുതിയതായിട്ട് വരേണ്ട ഒരു സംവിധാനമുണ്ട്. പുതിയ പാർട്ടി ഉണ്ടാവും, അല്ലെ പഴയ. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ BJP അധികാരത്തിൽ വരും എന്ന് BJP പോലും ഒരു കാലത്ത് വിചാരിച്ചിരുന്നില്ല. അടുത്ത കാലം വരെ. പിന്നീട് ഇപ്പോൾ അവരുടെ ധാരണ എന്ന് വെച്ചാൽ അവർ മാത്രമേ ഇനി ഭരിക്കുള്ളൂ എന്നുള്ളതാണ്. ഇതിങ്ങനെ മൂത്താണ് അവരെന്ത് ചെയ്യുന്നത്? പൊളിഞ്ഞ് പാളീസായി വേറെ എന്തെങ്കിലും സംവിധാനം വരേണ്ടി വരും. അധികാരത്തിലിരിക്കുന്ന സംവിധാനം കരുതുന്നത് എന്താണ്? അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അധികാരം ഉപയോഗിച്ച് എന്തും എക്കാലത്തും നേടാൻ കഴിയും എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു പുസ്തകമാണ് വിലക്ക് വാങ്ങാം എന്ന് പറയുന്ന പുസ്തകം, അല്ലേ? വിമൽ മിത്രയുടെ. വിമൽ മിത്രയുടെ ആ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്ത് രസകരമായ പുസ്തകമാണ്. എന്തിനേയും വിലക്ക് വാങ്ങാം. ആ ഒരു ഫിലോസഫിയിലാണ് ഇന്നത്തെ സമൂഹം ജീവിക്കുന്നത്. സാംബശിവനോട് അവതരിപ്പിച്ച് അത് ആളുകളെ നന്നായിട്ട് പരിചയപ്പെടുത്തിയാണ്. പക്ഷേ ഈ യുവതലമുറക്ക് അത് അറിയാൻ പാടില്ല. യുവതലമുറക്ക് വിമൽ മിത്ര ആരാണെന്ന് അറിയില്ല. വിലക്ക് വാങ്ങാം എന്ന് പറയുന്ന പുസ്തകം എന്താണ് എന്നറിയാൻ പാടില്ല. പക്ഷെ അവർ ജീവിക്കുന്നത് അദ്ദേഹം പറഞ്ഞ തത്വശാസ്ത്രത്തിനനുസരിച്ചാണ്. പണം 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 കൊടുത്ത് എന്തും വാങ്ങാം. അങ്ങനെ പണത്തിന് മാത്രം വലിയ പ്രാമുഖ്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു കുഞ്ഞനമ്പിയുടെ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തുകൊള്ളും. അതാണ് കൃത്യമായിട്ട് പറയുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലതരത്തിലും പണമുണ്ടാക്കിയ ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രമാണി വരാൻ, അല്ലേ? അതാണ് അതിൻ്റെ കാര്യം.
ഇനി രണ്ടാമത് എൻ്റെ അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നു. ആ ഈ പ്രത്യയശാസ്ത്ര പ്രതിപക്ഷം എന്നൊക്കെ നമ്മൾ വലിയവായത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ സംശയം, കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയ്ക്ക് പുതിയ വോട്ടേഴ്സ് കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം കിട്ടി ചോരച്ചാലുകൾ നീന്തി കിടക്കാൻ തയ്യാറായി മുദ്രാവാക്യം വിളിച്ചു വന്ന SFI കോളേജുകളിൽ നിന്ന് വന്നവരാണ്. SFI കൂട്ടിയിരിക്കുന്നവരല്ലേ ജയിച്ചവർ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പം 25 വർഷം മുമ്പ് CPM-ന് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ടും ഈ പുതിയ വോട്ടേഴ്സിലെ ഒരു 75% അവർക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കേരളം ഒറ്റയ്ക്ക് പിരിക്കുന്ന കക്ഷിയാകുകയില്ലായിരുന്നു. അല്ല ഈ SFI രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴി അവരവരുടെ ജോലിക്ക് പോവാണ്. അവരൊന്നും പാർട്ടിയിലൊന്നും വരുന്നില്ല. അപ്പോൾ അതാ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അത്തരത്തിൽ മാറ്റം പാർട്ടിക്ക് പോലും വരാത്തത്. നല്ല ഒരുപാട് സാക്കൾ നമുക്കറിയാലോ, മഹാരാഷ്ട്രയിൽ സാറിന് അറിയാവുന്നതാണ്. അവിടെ നിന്നൊക്കെ പുറത്ത് പോയ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവരൊന്നും CPM-ൽ നമ്മൾ കാണുന്നില്ല. ഒരു രംഗത്തും കാണുന്നില്ല. ഒരു സ്ഥലത്തും ഇല്ല. അവരൊക്കെ ഒന്നാമത്തെ കാര്യം നല്ല ഇൻ്റലക്ച്വൽസ് ആയിരിക്കും പലരും. അവരൊക്കെ നല്ല ജോലികൾ നേടി വേറെ ജീവിതത്തിൻ്റെ വളരെ ഇന്ത്യക്ക് പുറത്താണ് അങ്ങനെ പോകുന്നു. അതാണ് സ്ഥിതി. അല്ല, അതൊരു പ്രതിബദ്ധതയുടെ പ്രശ്നമല്ലേ അവിടെ എല്ലായിടത്തും. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചോദിക്കും. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഭാവിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ന് പറഞ്ഞ ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഏത് പാർട്ടിയായി, ആ പാർട്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ ആ പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അത് നിലനിൽക്കും, ഇല്ലെങ്കിൽ പോകും. ഒന്നും ചെയ്യാനില്ല. ഞങ്ങളും സഹാക്കളാണ്, ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ള തോന്നൽ ജനത്തിനുണ്ടായാൽ അതിനനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കണം, എങ്കിലേ പാർട്ടി നിലനിൽക്കും. ശരി, നന്ദി.